ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടിയും തേങ്ങയൊക്കെ വെച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റി ആയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു സോസ് പാനിലേക്ക് 2 ഉണ്ട ശർക്കര എടുത്തിട്ട് 250 ml കപ്പിൽ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മെൽറ്റാക്കി എടുക്കാം കേട്ടോ. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. ഇപ്പോൾ നമ്മുടെ ശർക്കര പാനിയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഈ ശർക്കര പാനി നന്നായി ചൂടാറണം കേട്ടോ. അതിനായിട്ട് നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ആക്കിയിട്ട് ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ അരക്കപ്പ് ഗോതമ്പ് പൊടിയുടെ അളവിലാണ് എല്ലാ ചേരുവയും പറയുന്നത്. കൂടുതൽ ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ എല്ലാ ചേരുവയും കൂട്ടിയെടുക്കാനും ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണ് ചെറിയ ജീരകം, അതായത് നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നന്നായിട്ടൊന്ന് ക്രഷ് ആക്കിയതാണോ അല്ലെങ്കിൽ ഒന്ന് ചതച്ചിട്ടാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല ഫൈൻ പൊടി തന്നെ ചേർക്കണമെന്നില്ല. മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ ചെറുതായ ഒരു തരികളൊക്കെ ഉണ്ട്, അങ്ങനത്തെ ഒരു പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തരിയോട് കൂടിയിട്ടുള്ള ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തതിന് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മെൽറ്റാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. അത് നല്ല ചൂടാറിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. ചൂടോടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോതമ്പ് പൊടിയൊക്കെ വെന്ത് കട്ടയായി പോകും കേട്ടോ. അതുകൊണ്ടാണ് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കാൻ പറയുന്നത്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. തീരെ കട്ടകളൊന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഒരു മീഡിയം വലിപ്പമുള്ള 1 മുറി തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 1 കപ്പ് തേങ്ങയുടെ പാലുണ്ട്. അപ്പോൾ നല്ല കട്ടിയുള്ള പാല് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. വെള്ളം പോലത്തെ പാലാക്കരുത്, നല്ല കട്ടിയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു മീഡിയം വലിപ്പമുള്ള 1 മുറി തേങ്ങ എടുത്ത് നമ്മൾ പിഴിഞ്ഞെടുത്തു കഴിഞ്ഞാൽ തന്നെ 1 കപ്പ് പാല് കിട്ടും. കുറച്ച് വെള്ളം ചേർക്കണം. ചേർത്തിട്ട് ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് വെള്ളം ചേർത്ത് നമ്മളൊന്ന് എന്താ പറയുക ഒന്ന് മിക്സിയിൽ അടിച്ച് പിഴിഞ്ഞെടുത്താൽ നല്ല കട്ടിയുള്ള പാല് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതാ പാലും ആ 1 കപ്പ് ഒന്നായിട്ട് ഒഴിക്കരുത്, കുറച്ച് വേണ്ടി മാത്രമേ ഒഴിക്കാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് ലൂസായി പോയിട്ടുണ്ട്, നമ്മൾ വിചാരിച്ച മാതിരി റെഡിയാക്കി എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ എന്താ ഒരു 1/4 കപ്പിലേറെ 1.5 ടേബിൾ സ്പൂണോളം തേങ്ങാപ്പാൽ അതിൽ ബാക്കിയുള്ളൂ. ബാക്കി മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം പാടെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇത് മിക്സാക്കിയതിന് ശേഷം ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാനൊരു തവി കൊണ്ട് ഇളക്കിയിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു രൂപത്തിലാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകുകയും ചെയ്യരുത്, എന്നാൽ ഒരുപാട് അങ്ങോട്ട് തിക്കാകുകയും ചെയ്യരുത്. ആ ഒരു പരുവത്തിൽ, ഈ ഒരു പരുവം നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ വേണം നമ്മൾ കലക്കി എടുക്കാനായിട്ട്. നമ്മളിപ്പോൾ തവിയുടെ ബാക്കിലേക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു വര വരച്ചു കൊടുത്താൽ കണ്ടോ, ആ വര അങ്ങനെ അവിടെ തെളിഞ്ഞു നിൽക്കണം. നമ്മുടെ ഈ ഒരു തവി ഇങ്ങനെ ചരിച്ച് പിടിച്ചാലും ആ വര പിന്നെ മൂടിപ്പോകരുത്. ആ രീതിയിൽ വരച്ച വര അതുപോലെ നിൽക്കുന്ന രീതിയിൽ നമ്മൾ മാവൊന്ന് കലക്കിയെടുത്താൽ മതി കേട്ടോ. ഇനി ഞാൻ ഇതുപോലെ 2 പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കുറച്ച് നൈസാക്കി ഉണ്ടാക്കാമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ കുറച്ച് നെയ്യ് എടുത്തിട്ട് നമ്മൾ ഈ പാത്രത്തിലേക്കൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. ഏത് പാത്രത്തിലാണോ തയ്യാറാക്കുന്നത് ആ പാത്രത്തിലേക്കൊന്ന് ഇങ്ങനെ നെയ്യൊന്ന് തടയി കൊടുക്കുക. നെയ്ക്ക് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ മതിയെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ആക്കാം. ഇപ്പോൾ നെയ്യാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അതുകൊണ്ടാണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്കൊരു തവി കൊണ്ട് കോരി ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര കട്ടി കുറച്ച് വേണം അങ്ങനെ തയ്യാറാക്കാം. കുറച്ച് കട്ടി വേണമെങ്കിൽ അങ്ങനെയും തയ്യാറാക്കാം. ഒരുപാട് കട്ടി കൂടുമ്പോൾ കുറച്ച് കുക്കിംഗ് ടൈം കൂടുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം കുക്കിംഗ് ടൈം എന്താ പറയുക, നിങ്ങളെടുക്കുന്ന പാത്രത്തിനും നിങ്ങളെടുക്കുന്ന ക്വാണ്ടിറ്റിക്കും അനുസരിച്ചാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം വരുന്നത് കേട്ടോ. പിന്നെ ഞാൻ എന്താ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, പകുതിയിലേറെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു മറ്റേ പാത്രത്തിലേക്ക് ഒഴിച്ചപ്പം വളരെ കുറച്ചേ ഉള്ളൂ. അപ്പം ഞാനത് അതിലുണ്ടാക്കണില്ല, ഇതിലേക്ക് തന്നെ എല്ലാം പാട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് തിളച്ച് വന്ന സമയത്ത് ഒരു സ്റ്റാൻഡൊക്കെ ഇറക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ കയ്യിലേക്ക് ആവി അടിക്കുന്നത് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് ഒന്ന് അടച്ചു കൊടുക്കണം. നമുക്ക് ഇതിലേക്ക് ഒരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ഒന്നില്ലെങ്കിൽ അടച്ചു വെക്കുക, അല്ലെങ്കിൽ ഒരു അലുമിനിയം ഫോയിലൊക്കെ ഉണ്ടെങ്കിൽ അത് കവർ ചെയ്ത് കൊടുത്താലും മതി. ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങാൻ പാടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഒരു നല്ലൊരു അടപ്പൊക്കെ ഉണ്ടെങ്കിൽ അടച്ചു കൊടുത്താലും മതി കേട്ടോ. ഉള്ളിക്ക് ആവി കിടക്കാത്ത അടപ്പുണ്ടെങ്കിൽ അടച്ചു കൊടുത്താലും മതി. എന്നിട്ട് ഇതിങ്ങനെ ഒരു 5 മിനിറ്റ് നമുക്ക് ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം.
അത്യാവശ്യം നല്ല ചൂടുണ്ടാവും കേട്ടോ. ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് ഈ ഫോയിൽ പേപ്പർ ഒന്ന് ഓപ്പൺ ആക്കിയാൽ മതി. മുഴുവനായും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫോയിൽ പേപ്പർ എടുക്കേണ്ട ആവശ്യമില്ല. ഒരു സൈഡ് നന്നായി തുറന്നു വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ഫ്രഷ് ആയിട്ട് ചിരകി എടുത്തിട്ടുള്ള തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാത്തത് നമ്മളിപ്പോൾ എന്താ പറയുക, ഇതിങ്ങനെ ഒഴിക്കുന്ന സമയത്ത് തേങ്ങ ചേർത്ത് കഴിയുമ്പോൾ തേങ്ങ ഏറ്റവും അടിയിൽ പോയിട്ട് കട്ടയായിട്ട് നിൽക്കും, മുകളിലേക്ക് കിട്ടൂല. അതുകൊണ്ടാണ് മുകളിൽ മാത്രം ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് തേങ്ങ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അടിയിൽ പോയി നിന്നാലും കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം തേങ്ങ ഇങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്കിതൊരു മൊത്തം 15 മിനിറ്റാണ് എനിക്കിതിന് കുക്കിംഗ് ടൈം വന്നത്. ബാക്കി 10 മിനിറ്റ് കൂടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ മൊത്തം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഗോതമ്പൊടിയും തേങ്ങയൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാകുന്ന സാധനമാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. എല്ലാവർക്കും ഇഷ്ടമാകും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ തയ്യാറാക്കി കൊടുക്കാം. നമ്മളിതിൽ ഓയിലൊന്നും ഉപയോഗിച്ചിട്ടില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നന്നായിട്ട് ഇത് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇത് നമുക്ക് പുറത്തേക്ക് എടുത്ത് വെച്ച് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ചൂടാറി വരുമ്പോൾ തന്നെ എൻ്റെ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ വിട്ട് വരുന്നത് കാണാം. എന്നിട്ട് നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് ഒരു പ്ലേറ്റിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. പ്ലേറ്റിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഞാൻ ഇതിലേക്ക് ജീരകപ്പൊടി മാത്രമാണ് ചേർത്തപ്പോൾ നിങ്ങൾക്ക് ഏലക്കയുടെ പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഗോതമ്പൊടിയും തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ മുകളിൽ ഇതുപോലെ തേങ്ങ ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് ഇനി നട്ട്സ് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്താ പറയുക, ഗാർണിഷിങ്ങിൽ തേങ്ങയ്ക്ക് വരെ നട്ട്സോ എന്തൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതുമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഹെൽത്തി സ്നാക്കാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യാം കേട്ടോ. ബിസ്മി കിച്ചൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുവരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റ് എത്തത്തുള്ളൂ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി സ്വീകരിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റ് ആയിട്ടെത്തും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.